ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സത്യപ്രതിജ്ഞ വളരെ നല്ല നിലയിലാണ് നടന്നത്. നമ്മുടെ പഞ്ചായത്തിലും അത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഒരു വ്യക്തി ആ പരിപാടി ആകെ അലങ്കോലപ്പെടുത്തിയ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്ത മുൻ MLA CP മുഹമ്മദ്, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നീലടി സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉയർത്തിയ രാഷ്ട്രീയ വിമർശനത്തിന് അത് നല്ല നിലയിലാണ് ഉൾക്കൊണ്ടത്. നല്ല നിലയിൽ അതിന് ആവശ്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞു. ഈ CP മുഹമ്മദ് MLA ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ നന്നായി സംസാരിക്കും, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ നല്ല നിലയിൽ സംസാരിച്ചതിന് ശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും എല്ലാം തന്നെ തുമ്പില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി കുരയ്ക്കുന്ന 2 കോമാളികളെ അദ്ദേഹം MLA ആവുന്ന സമയത്ത് കൊണ്ടുനടന്നിരുന്നു. അതിലൊരാളിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല, മറ്റൊരാള് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു. ആ സ്ഥാനത്തേക്ക് ഇന്ന് വെളയൂരില് കുരയ്ക്കുന്ന കോമാളിയായി ഇന്നൊരാള് അവതരിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സത്യപ്രതിജ്ഞ വേളയിൽ കാണാൻ കഴിഞ്ഞത്. ഒരു കാര്യം ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ്, ഇടതുപക്ഷത്തിന്റെ 3 മെമ്പർമാരെ വെളയൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ മെമ്പർമാരോട് മാന്യമായ ഭാഷയിലല്ലാതെ അപമര്യാദയായി പെരുമാറാൻ വന്നാൽ ആ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള കോമാളികൾ, കുരയ്ക്കുന്ന കോമാളികൾ അവിടെ വന്ന് കോപ്രായത്വം കാണിക്കാൻ വന്നാൽ അവിടുന്ന് വലിച്ചിട്ട് അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ 3 തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെയും സംരക്ഷിക്കാൻ ഈ വെളയൂരിലെ പാർട്ടി ഉണ്ട് എന്നുള്ളത് മുഖത്തു നോക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്.